ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മുടെ LDC വീഡിയോസിന് താഴെ ഏറ്റവും കൂടുതലായിട്ട് കമൻറ്റ് വരുന്നൊരു ചോദ്യമാണ്, ഒരു ജില്ലയിലാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്, മറ്റൊരു ജില്ലയിൽ എക്സാം സെൻറ്റർ വേണം, അങ്ങനെയാണെങ്കിൽ പരീക്ഷ ഏത് ജില്ലയിലായിരിക്കും, ഏത് സമയത്തായിരിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്കൊരു ഡൗട്ടുള്ളതുകൊണ്ട് നമ്മൾ നമ്മുടെ കേരള PSCയുടെ തിരുവനന്തപുരം ഓഫീസിലേക്ക് വിളിച്ചു. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ റിപ്ലൈ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു വ്യക്തി അപ്ലൈ ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലേക്കാണ്. ഓക്കെ, അപ്ലൈ ചെയ്തിരിക്കുന്നത് മലപ്പുറം ജില്ലയിലേക്കാണ് എന്ന് കരുതാം. അപ്പോൾ അദ്ദേഹത്തിന് എക്സാം സെൻറ്റർ എവിടെയാണ് വേണ്ടത്? തിരുവനന്തപുരം തന്നെയാണ്. ഓക്കെ, അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ എക്സാം നടക്കുന്നത് ഈ 27-ാം തീയതിയാണ്. ജൂലൈ 27-നാണ് തിരുവനന്തപുരം ജില്ലയിൽ എക്സാം നടക്കുന്നത്. എന്നാൽ മലപ്പുറം ജില്ലയിൽ നടക്കുന്നതോ ഒക്ടോബറിലാണ്. ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. ഒക്ടോബറിലാണ് എക്സാം നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തി കൺഫർമേഷൻ നൽകേണ്ടത്, തിരുവനന്തപുരം ജില്ലയുടെ കൺഫർമേഷൻ ഓൾറെഡി കഴിഞ്ഞതാണ്, മലപ്പുറം ജില്ലയുടെ കൺഫർമേഷൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഏത് സമയത്താണ് കൺഫർമേഷൻ നൽകേണ്ടത്? ഈ വ്യക്തി അപ്ലൈ ചെയ്തിരിക്കുന്നത് മലപ്പുറം ജില്ലയിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഈ അപ്ലൈ ചെയ്ത ഡിസ്ട്രിക്റ്റ് മാത്രമാണ് ഇദ്ദേഹത്തിന് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ മലപ്പുറം ജില്ലയിലേക്കായിരിക്കും ഇദ്ദേഹത്തിന് കൺഫർമേഷൻ വരുന്നത്. അതായത് മലപ്പുറം ജില്ലയിൽ എന്നാണോ കൺഫർമേഷൻ വരുന്നത് ആ സമയത്തായിരിക്കും ഈ വ്യക്തി കൺഫർമേഷൻ നൽകേണ്ടത്. അതുപോലെ തന്നെ കൺഫർമേഷൻ നൽകുന്ന സമയത്ത് അദ്ദേഹത്തിന് മലപ്പുറം ജില്ലയിലേക്ക് അപേക്ഷിച്ചുകൊണ്ട് തന്നെ മലപ്പുറം ജില്ല എന്നൊരു ടാബും പ്ലസ് അദ്ദേഹം തിരുവനന്തപുരം ജില്ലക്കാരനായതിനാൽ തന്നെ തിരുവനന്തപുരം എന്ന് പറഞ്ഞ 2 ഓപ്ഷൻസ് അവർക്ക് ലഭിക്കും. ഓക്കെ, 2 ഓപ്ഷൻസ് അവർക്ക് ലഭിക്കും. അവർക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. മലപ്പുറം ജില്ലയിൽ ചെന്ന് എഴുതണമെങ്കിൽ മലപ്പുറം ജില്ലയിൽ എഴുതാം, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് എഴുതണമെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ എഴുതാം. അദ്ദേഹം ഇപ്പോൾ മലപ്പുറം ജില്ലയിലേക്ക് അപേക്ഷിച്ച് തിരുവനന്തപുരം ജില്ല എക്സാം സെൻറ്ററായിട്ട് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് മലപ്പുറം ജില്ലയിൽ എന്നാണോ കൺഫർമേഷൻ വരുന്നത്, മലപ്പുറം ജില്ലയിൽ കൺഫർമേഷൻ വരുന്ന സമയത്താണ് ഇത് സെലക്ട് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ എക്സാം ഇപ്പോൾ ഒക്ടോബർ 17-നാണ് മലപ്പുറം ജില്ലയിൽ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വെറുതെ ചിന്തിക്കാം. ഓക്കെ, ഒക്ടോബർ 17-നാണ് എക്സാം ഡേറ്റ് എങ്കിൽ ഈ ഒക്ടോബർ 17-ന് അദ്ദേഹത്തിന് തിരുവനന്തപുരം ജില്ലയാണ് എക്സാം സെൻറ്റർ സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ എക്സാം സെൻറ്ററിൽ മലപ്പുറം ജില്ലയുടെ എക്സാം എഴുതാം. ഓക്കെ അല്ലേ? അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ഏത് ജില്ലയിലേക്കാണോ എക്സാം സെൻറ്റർ സെലക്ട് ചെയ്യുന്നത്, ഏത് ജില്ലയിലേക്കാണോ അപ്ലൈ ചെയ്തിരിക്കുന്നത്, ആ അപ്ലൈ ചെയ്ത ജില്ലയുടെ ഡേറ്റുകളായിരിക്കും. അതായത് കൺഫർമേഷൻ നൽകേണ്ടത് ആ ജില്ലയുടെ കൺഫർമേഷൻ വരുന്ന സമയത്തായിരിക്കും. അതുപോലെ ആ ജില്ലയിൽ എന്നാണോ എക്സാം നടക്കുന്നത് ആ ഡേറ്റിന് തന്നെയായിരിക്കും നമ്മുടെ എക്സാം നടക്കുന്നത്. എക്സാം സെൻറ്റർ എവിടെയാണോ നമ്മൾ കൊടുക്കുന്നത്, അതായത് മലപ്പുറത്താണോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഡിസ്ട്രിക്റ്റ് ആണോ, അവിടെ നമുക്ക് എക്സാം എഴുതാൻ സാധിക്കും. ഓക്കെ അല്ലേ? അതായത് ഇപ്പോൾ 27-ാം തീയതി തിരുവനന്തപുരം ജില്ലയിലെ എക്സാം നടക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയുടെ എക്സാമാണ് നടക്കുന്നത്, എന്നാൽ അത് എല്ലാ ജില്ലകളിലും നടക്കും. ഓക്കെ, ഇപ്പോൾ കൊല്ലം ജില്ലയിലുള്ള വ്യക്തി തിരുവനന്തപുരം ജില്ലയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊല്ലം ജില്ലയിലും അതേ ദിവസം എക്സാം നടക്കുന്നുണ്ട്. അതായത് അദ്ദേഹം എക്സാം സെൻറ്റർ സെലക്ട് ചെയ്തിരിക്കുന്ന കൊല്ലത്താണെങ്കിൽ അദ്ദേഹത്തിന് കൊല്ലം ജില്ലയിൽ എക്സാം എഴുതാം. ഓക്കെ, എക്സാം സെൻറ്റർ അവൈലബിൾ ആണെങ്കിൽ അത് നമ്മൾ കൺഫർമേഷൻ നൽകുന്ന സമയത്ത് നമ്മൾ ഏത് ജില്ലയിലാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് ആ ജില്ലകളിലെല്ലാം നമ്മൾ ഏത് ജില്ലയിലേക്കാണോ എക്സാം അപ്ലൈ ചെയ്തിരിക്കുന്നത് ആ ജില്ലയുടെ ഡേറ്റിന് അതേ ഡേറ്റിൽ നമുക്ക് നമ്മുടെ ജില്ലയിലും വേണമെങ്കിൽ എക്സാം എഴുതാം എന്ന് സാരം. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഡൗട്ട് ഇതുവരെ തീർന്നു കാണും എന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ മലപ്പുറം, ഇടുക്കി, എറണാകുളം, വയനാട് ജില്ലകളുടെ കൺഫർമേഷൻ ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ തിരുവനന്തപുരം ജില്ലയുടെ ഹാൾ ടിക്കറ്റും ഇതുവരെ വന്നിട്ടില്ല. ആ സംഭവങ്ങൾ ചോദിച്ചപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ ഹോൾ ടിക്കറ്റ് തിങ്കളാഴ്ച അപ്ലോഡ് ചെയ്യുമെന്നാണ് അവർക്ക് ലഭിച്ച വിവരം. ഇതുവരെ അപ്ലോഡായിട്ടില്ല. അപ്പോൾ 1-2 ദിവസം അവധിയും കാര്യങ്ങളെല്ലാം വന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രൊഫൈലിൽ ലഭ്യമായി തുടങ്ങും എന്നാണ് അവർ പറഞ്ഞത്. അതുപോലെ മലപ്പുറം, ഇടുക്കി, എറണാകുളം, വയനാട് ജില്ലകളുടെ കൺഫർമേഷൻ ഏറെ വൈകാതെ തന്നെ ഈ വീക്ക് അല്ലെങ്കിൽ അടുത്ത വീക്ക് ആദ്യത്തോടു കൂടി തന്നെ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെയായിട്ട് കമൻറ്റ് ചെയ്യുക. എല്ലാവരും നന്നായി പഠിക്കുക. എക്സാമിന് അധികം സമയമില്ല. എല്ലാവരും സമയം മാക്സിമം ഉപയോഗിച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.
നമ്മുടെ LDCക്ക് വേണ്ടിയിട്ടുള്ള മലയാളം കറൻറ്റ് അഫെയർ ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മലയാളം നമ്മൾ ഏകദേശം തീർത്തു. അപ്പോൾ ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് തിരുവനന്തപുരം ജില്ലയുടെ LDC എക്സാമിന് മുൻപായിട്ട് തന്നെ നമ്മളെന്തായാലും തീർക്കുന്നതായിരിക്കും. അതുപോലെ കറണ്ട് അഫെയർ 2024 ഫുൾ PYQ, അതുപോലെ ഇനി ചോദിക്കാനിടയുള്ള എല്ലാ കറണ്ട് അഫെയറും നമ്മൾ ഏകദേശം തീർത്തിട്ടുണ്ട്. ബാക്കിയുള്ളവ വഴിയെ ഈ വീക്ക് കൊണ്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വേണ്ടവർക്കെല്ലാം നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.